രാവിലേക്ക് സ്വാഗതം. ക്രിസ്മസിനെ വരവേൽക്കാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞു. ലോകത്തിൽ സമാധാന സന്ദേശവുമായി ജാതനായ ഉണ്ണീശോയെ വരവേൽക്കാൻ കരുണ നിറഞ്ഞ ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നിറവ് ആരംഭിക്കാം. നിയാജോസ് ആലപിക്കുന്ന കളിയായി ശിരിയായി എന്ന ഗാനമാണ് ആദ്യം. മനസ്സ് പുറകോട്ട് പോകുമ്പോൾ, ആകുലതകൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം?
ഈ വിഷയമാണ് ബ്രദർ ബോണി ചെല്ലാനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. മൂന്ന് വ്യക്തികളുടെ ജീവിതങ്ങളിലെ ഓരോ സംഭവങ്ങൾ വീതം ഇന്ന് പങ്കുവയ്ക്കാം. ഒന്നാമത്തത് ഒരു വീട്ടമ്മയാണ്. അവരുടെ കുഞ്ഞിൻ്റെ തല ഒന്ന് വീണ് പൊട്ടിയിട്ട് കാഷ്വാലിറ്റിയിൽ കുഞ്ഞിനെയുമായിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുക. നഴ്സ് വന്നിട്ട് പറഞ്ഞു, മുറിവിന് ആഴമുണ്ട്, ഒരു 8-9 സ്റ്റിച്ചെങ്കിലും വേണ്ടി വരും. പിന്നെ തലയിലായതുകൊണ്ട് ഒബ്സർവേഷനിൽ നിൽക്കാനായിട്ട് ഡോക്ടർ പറയും. ഡോക്ടർ വന്നോട്ടെ. ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ തൻ്റെ മടിയിൽ വേദന കൊണ്ട് വിഷമിച്ച് കരയുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവർ തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. ഒന്നുമില്ല വാവേ, ചെറിയ മുറിവാന്നാ പറഞ്ഞേ, വിഷമിക്കണ്ട, വേദനയെല്ലാം കുറയും, പേടിക്കണ്ട, പോകുന്ന വഴിക്ക് അമ്മ ഐസ്ക്രീം വാങ്ങിച്ചു തരുന്നുണ്ട്, കരയണ്ട കേട്ടോ, അമ്മയുണ്ടല്ലോ കൂടെ. അങ്ങനെ ഒരു 100 കൂട്ടം ആശംസാ വാക്കുകളാണ് ഈ കുഞ്ഞിനെ ഒന്ന് സാന്ത്വനിപ്പിക്കാനായിട്ട് അവർ പറയുന്നത്. ഈ അമ്മയുടെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ കേട്ട് കുഞ്ഞ് അറിയാതെ അമ്മയുടെ കണ്ണുകളിൽ നോക്കി അവൻ്റെ വേദന മറന്നുപോയി. പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് കൂട്ടുകാരിയോട് ഈ വീട്ടമ്മ പറയുന്നത്, കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ടെൻഷനെല്ലാം ഉള്ളിൽ ഒതുക്കി അവൻ്റെ മുമ്പിൽ ചിരിക്കുകയായിരുന്നു. സത്യത്തിൽ ആ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്ന് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. വീട്ടമ്മ അത് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രം അവർ ആ സമയത്ത് വിഷമിച്ചിരുന്നു. എന്നാൽ എന്തോ ഒരു പ്രത്യേകത കൊണ്ട് അവരതിനെ അതിജീവിച്ചു. ആ കുഞ്ഞിന് വേണ്ടി അവർ തൻ്റെ സങ്കടം മറച്ചു വെച്ച് കുഞ്ഞിനോട് കഥകളും ആശ്വാസവചനങ്ങളും പറഞ്ഞ് കുഞ്ഞിനെ ആ വേദന മറപ്പിച്ച് കളഞ്ഞു. ഇതാണ് ഒന്നാമത്. രണ്ടാമത്തത്, ദുബായിൽ ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ ഭാര്യ ടീച്ചറാണ്. പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി. ഭർത്താവ് ദുബായിലാണ്. പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ 3 മക്കളെയും കൂട്ടി പുതിയൊരു വാടക വീട് സംഘടിപ്പിച്ചു. സ്കൂളിൽ ജോയിൻ ചെയ്തു. പുതിയ സ്ഥലത്തൊന്ന് പരിചയിച്ചു വരുന്നേ ഉള്ളൂ. 3 മക്കളാണ്, 3 പേരും പഠിക്കുന്നവരാണ്. ഇളയ കുഞ്ഞ് LKGയിൽ ചേർത്തിട്ടേ ഉള്ളൂ. ഒരു ദിവസം രാത്രി കുഞ്ഞിന് ചെറിയൊരു പനി വൈകുന്നേരം മുതലുണ്ട്. രാത്രി ഉറങ്ങാൻ നേരമായപ്പോൾ ഒന്നുകൂടി നോക്കി, പനി മാറിയിട്ടില്ല. മാറുമായിരിക്കും എന്നൊക്കെ കരുതി അറിയാവുന്ന ചെറിയ മരുന്നുകളൊക്കെ കൊടുത്തു. കുഞ്ഞിനോടൊപ്പം കിടന്നു. മുതിർന്ന 2 കുഞ്ഞുങ്ങളും ഉറങ്ങി. ഏകദേശം പാതിരയോടടുക്കുന്നുണ്ട്. പനിയുള്ള കുട്ടി ഉറങ്ങാൻ വയ്യാതെ വിറക്കുന്നു. കുറച്ചൊരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് കാര്യം പോകുന്നുവെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു. ഈ രാത്രിയിൽ എന്ത് ചെയ്യും? അധികം പരിചയമില്ലാത്ത സ്ഥലം, വന്നിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു 8 കിലോമീറ്റർ പോകണം. ആരെ വിളിക്കും? ആകെയുള്ള ഒരു ചെറിയൊരു സ്കൂട്ടറാണ്. ഈ സമയത്ത് ഈ 2 കുഞ്ഞുങ്ങളെ ഇവിടെ തനിച്ചാക്കി എങ്ങനെ പോകും? ഒരു പ്രത്യേക സിറ്റുവേഷനാണത്. എന്നാൽ പോകാതിരിക്കാൻ വയ്യ. എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യം എന്നോണം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെയും വിളിച്ച് ഈ കുഞ്ഞിനെയും തോളത്തിട്ട് പുറത്തേക്കിറങ്ങി. മറ്റു 2 കുട്ടികൾ ഉറങ്ങുകയാണ്. പുറത്തിട്ട് വീടൊന്ന് പൂട്ടി. എന്നിട്ട് പനിച്ചു വിറങ്ങലിച്ച് നിൽക്കുന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സാരിത്തുമ്പ് വെച്ചങ്ങ് കെട്ടി സ്കൂട്ടർ എടുത്ത് തനിയെ പാതിരയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ആരോ കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിലങ്ങ് പോവുകയാണ്. അവിടെ ചെന്നു, ഡോക്ടറോട് കാര്യം പറഞ്ഞു. തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യ്, മരുന്ന് കൊടുത്ത് കൊച്ചിന് പനി കുറയുമോ എന്ന് നോക്കാം, രാവിലെ പോയാൽ മതി, ഇനി ഈ പാതിരയ്ക്ക് പോകണ്ട.
ആ പനിയുള്ള കുഞ്ഞിന് മരുന്ന് കൊടുത്ത് ആ കുഞ്ഞിന് കാവലിരിക്കുകയാണ് ഈ ടീച്ചറമ്മ. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ ദുബായിൽ നിന്ന് ഹസ്ബൻഡ് വിളിക്കുന്നു, എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു? അന്നേരം അവർ പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങളെന്തേ? 3 പേരും ഉറക്കത്തിലാണ്. സന്തോഷമായിട്ടിരിക്കുന്നു. നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തല്ലോ. അതെ, ഞാനിന്ന് ഇത്തിരി നേരത്തെ എഴുന്നേറ്റു. അതെന്ത് പറ്റി? ഒന്നുമില്ല, ഇളയവന് ചെറിയൊരു ചുമയുണ്ടായിരുന്നു, ആ ചുമ കേട്ട് ഉണർന്നതാണ്. തൻ്റെ ദൂരത്തുള്ള ഭർത്താവിന് ഒരു വിഷമവും ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി താൻ ഹോസ്പിറ്റലിലാണെന്നോ, നമ്മുടെ കുഞ്ഞിന് വല്ലാത്ത പനി വന്ന് വിഷമിച്ച് വിറച്ചിട്ട് ഒറ്റയ്ക്ക് ഞാൻ വന്നുവെന്നോ, ഞാൻ ഭയപ്പെട്ടു പോയെന്നോ ഒന്നും പറയുന്നില്ല. സന്തോഷത്തോടെ വിദേശത്തായിരിക്കുന്ന ഭർത്താവിൻ്റെ ഫോൺ വെച്ചു. പിന്നീട് ലീവിന് തിരിച്ചു വന്നപ്പോൾ ഭർത്താവിനോട് ഈ വിശേഷം പങ്കുവയ്ക്കുമ്പോൾ ആ ടീച്ചറമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ പറയുന്നു, ഞാൻ എങ്ങനെ അതിനെ അതിജീവിച്ചു എന്ന് എനിക്കറിയില്ല. 2ാമത്തെ സംഭവം കഴിയുന്നു. 3ാമത്തത്, ഭാര്യ മരിച്ചിട്ട് ശവമഞ്ചത്തിനരികിലിരുന്ന് പൊട്ടിക്കരയുന്ന ഭർത്താവ്. കാരണം അധികം വലുതാവാത്ത 2 കുഞ്ഞുങ്ങളെയും സമ്മാനിച്ചിട്ടാണ് ഭാര്യ പോകുന്നത്. താൻ ഇനി ഒറ്റയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളങ്ങ് പിടഞ്ഞുപോയി. എന്തു ചെയ്യും? ഒന്നും അറിയില്ല. അവളുണ്ടായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു, എല്ലാം അവൾ തന്നെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ തനിച്ചായിരിക്കുന്നു. അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയാൾ ജീവിച്ചു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവിലെ തൊട്ട് അന്തി വരെ പണി ചെയ്തു. ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി. ഒടുവിൽ അയാൾ ആ ശവസംസ്കാര ചടങ്ങിന് ശേഷം തളർന്നിരുന്ന ആ നിമിഷം അയാൾ ഓർത്തെടുക്കുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അയാൾ പറഞ്ഞു, അന്ന് എനിക്കിത് ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മക്കളെ എനിക്ക് വളർത്താൻ പറ്റി. എൻ്റെ മക്കളിപ്പോൾ നല്ല നിലയിലായി. പ്രിയമുള്ളവരെ, ഈ 3 സംഭവങ്ങളിലും പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഈ 3 പേർ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഏതോ അതിസാധാരണമായ ഒരു ദിവ്യ ശക്തി പെട്ടെന്നങ്ങ് രൂപപ്പെട്ടതാണോ? ചിലപ്പോൾ സൈക്കോളജി അങ്ങനെ വിളിക്കും. പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അതിസാധാരണമായൊരു കഴിവ് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണെന്ന് സൈക്കോളജി പറയാം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ദൈവാശ്രയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ധൈര്യമാണത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭാരം ലഘൂകരിച്ച് മറ്റുള്ളവരെ ഭാരപ്പെടുത്താതെ സ്വയം അതിനെ അതിജീവിക്കാനുള്ള കൃപ, അത് ദൈവാശ്രയത്തിൽ നിന്ന് രൂപപ്പെടുന്ന അതിജീവനത്തിൻ്റെ കരുത്താണ്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവ കഥ പറയുന്നുണ്ട്. കടലിന് മീതെ നടന്നു പോകുന്ന പത്രോസിന് യേശുവിലുള്ള വിശ്വാസവും യേശുവിന് പത്രോസിനുള്ള സ്നേഹവും പറയുന്ന കഥയാണത്. ഒരു വെളുപ്പാങ്കാലത്ത് മീൻ പിടിച്ച് തളർന്ന് അവശരായി സങ്കടപ്പെട്ട് വിഷമിച്ച് വള്ളത്തിലിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് നല്ല കാറ്റുള്ള ആ സമയത്ത് തണുത്ത കാറ്റിൻ്റെ നടുവിലൂടെ വെള്ളത്തിന് മേളിലൂടെ പാദങ്ങളിൽ വെച്ച് വരുന്ന ആ മനുഷ്യൻ ആരാണ്? പെട്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു, ഇത് ഗുരുവാണെന്ന് അറിഞ്ഞ മാത്രയിൽ പത്രോസ് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങാണ് വരുന്നതെങ്കിൽ ഞാനും കൂടി വരട്ടെ. ഗുരു പറഞ്ഞു, വരിക. ആ നിമിഷം പത്രോസ് വെള്ളത്തിന് മീതെ നടക്കുകയാണ്. ഒരാൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം അതിസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്.
അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ നിവർത്തിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. ഒരിക്കലും സാധ്യമാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സാധ്യമാകില്ല എന്ന് കരുതുന്ന കാര്യമാണ് വെള്ളത്തിന് മീതെ നടക്കുക എന്നുള്ളത്. പത്രോസ് വളരെ നിസ്സാരമായിട്ട് വെള്ളത്തിന് മീതെ നടക്കുന്നു. പക്ഷേ നമുക്കറിയാം, വെള്ളത്തിന് മീതെ ഗുരുവിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുന്ന പത്രോസ് പെട്ടെന്നൊരു മാത്രയിൽ ബുദ്ധിയിൽ ചിന്തിച്ചു, ഇത് ഞാനോ? എനിക്കിത് സാധ്യമോ? ഇതെന്താണ് ഈ നടക്കുന്നത്? ആ സെക്കൻഡിൽ, വിശ്വാസത്തിൻ്റെ ആഴം കുറയുന്ന ആ സെക്കൻഡിൽ ജലത്തിൻ്റെ ആഴങ്ങളിലേക്ക് പത്രോസ് താഴ്ന്നു പോവുകയാണ്. എവിടെ വിശ്വാസത്തിൻ്റെ ആഴം കുറയുന്നുവോ അന്നേരം പ്രശ്നങ്ങളുടെ ആഴം കൂടും. വിശ്വാസത്തിൻ്റെ ആഴം കൂടുന്നതനുസരിച്ച് പ്രശ്നങ്ങൾക്ക് മേലെ ചവിട്ടി നടക്കാൻ നമുക്ക് പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ കേട്ട 3 വ്യക്തികളുടെ ജീവിതത്തിലും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങൾ അവർ വളരെ നിസ്സാരമായിട്ട് ഭാരം ലഘൂകരിച്ച് മറ്റുള്ളവരെ ഭാരപ്പെടുത്താതെ അവർ അതിനെ അതിജീവിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും ഈ ദൈവാശ്രയത്തിൽ പകരുന്നൊരു കരുത്ത് ദൈവം നൽകുന്നുണ്ട്. എത്ര വലിയ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലും നമ്മൾ ദൈവത്തോടൊത്താണോ, ഭാരം നിസ്സാരമായിരിക്കും. എപ്പോൾ ദൈവത്തിൽ നകലെ പോകുന്നു, ഭാരം കൂടുന്ന അനുഭവം ഉണ്ടാകും. ദൈവത്തോടൊപ്പം നടക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് പ്രതിസന്ധികളുടെ സമയത്ത് ഒട്ടും ഭാരം തോന്നില്ല, മറ്റുള്ളവർക്ക് ഭാരം കൊടുക്കുകയുമില്ല. ഭാരം കൊടുക്കാത്ത, മറ്റുള്ളവർക്ക് വേണ്ടി ഭാരം വഹിക്കുന്ന, ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ അതിനെ നിസ്സാരമായി അതിജീവിക്കുന്ന കരുത്തുള്ള മനുഷ്യരായി നമുക്ക് ജീവിക്കാം. അതിനാണ് ദൈവം നമ്മളോടൊത്ത് ഉണ്ടായിരിക്കുന്നത്. വെറുതെ അല്ലല്ലോ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആമേൻ. സ്നോ ആൻഡ് ക്രിസ്മസ് എന്ന വീഡിയോയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ആഹ്ലാദം നിറഞ്ഞ കുട്ടിക്കാലത്ത് ഒരു ബാലികയ്ക്ക് അവളുടെ മാതാപിതാക്കൾ നൽകിയ ക്രിസ്തുമസ് സമ്മാനം ഒരു കുഞ്ഞ് സ്നോ ഗ്ലോബ്. ചില്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കുഞ്ഞു ഗ്ലോബിനുള്ളിൽ ഒരു മഞ്ഞു മനുഷ്യനും ഗ്ലോബ് ഇളകുമ്പോൾ അതിനു ചുറ്റും പാറി വീഴുന്ന മഞ്ഞുകണങ്ങളും. ആ മഞ്ഞുകണങ്ങൾ അവളുടെ സ്വപ്നങ്ങളിൽ പറ്റിച്ചേർന്നു. പിന്നീട് മുതിർന്ന പെൺകുട്ടിയായപ്പോഴും ഭാര്യയും അമ്മയുമായപ്പോഴും അവളുടെ സ്വപ്നങ്ങളിൽ ആ മഞ്ഞുകണങ്ങൾ പാറി നടന്നു. ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയപ്പോഴും ആ മഞ്ഞുകണങ്ങൾ അവൾക്ക് കൂട്ടിരിക്കുകയും കുളിരുകൊണ്ട് പൊതിയുകയും ചെയ്തു. മെല്ലെ മെല്ലെ തൻ്റെ എല്ലാമായ മകൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു മഞ്ഞുകണം പോലെ അവൾ ഉരുകി തുടങ്ങി. ഒടുവിൽ കുളിർമഞ്ഞിൻ്റെ നാട്ടിൽ നിന്ന് വിജയിയായി മകൻ തിരിച്ചെത്തിയപ്പോഴേക്ക് അവളുടെ സ്വപ്നങ്ങളിൽ മഞ്ഞ് പെയ്യാതെയായിരുന്നു. ഒരു അമ്മയുടെയും മകൻ്റെയും സ്നേഹത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്.
സ്നേഹം തനിക്ക് ഏറ്റവും പ്രിയങ്കരമായതിനെ തൻ്റെ സ്നേഹഭാജനങ്ങൾക്ക് സമ്മാനമായി നൽകിയതിൻ്റെ ഓർമ്മ ദിനമാണ് ക്രിസ്തുമസ്. നമുക്ക് അത്രയ്ക്ക് പ്രിയമല്ലാത്ത എന്തെങ്കിലുമൊക്കെ, നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ലാത്ത ചിലതൊക്കെ, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുള്ള എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് സമ്മാനമായി നൽകാൻ എളുപ്പമാണ്. പലപ്പോഴും നമ്മുടെ സമ്മാനങ്ങളും ദാനങ്ങളുമൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതുമാണ്. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും, ഏറ്റവും വിലമതിക്കുന്ന എന്തെങ്കിലും സമ്മാനമായി നൽകുന്നിടത്താണ് യഥാർത്ഥ ത്യാഗം അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊരു സമ്മാനമാണ് ദൈവപിതാവ് മനുഷ്യകുലത്തിന് നൽകിയതും. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനെ തന്നെ നൽകിയിടത്താണ് ത്യാഗം അടങ്ങിയിരിക്കുന്നത്. നമുക്ക് പ്രിയങ്കരമായ ചിലതൊക്കെ, നമ്മൾ ഒത്തിരി വിലമതിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകുന്നതിനെക്കുറിച്ച് ഈ ക്രിസ്തുമസ് കാലത്ത് ചിന്തിച്ചാലോ? അത് നമ്മുടെ സമയമാകാം, ഈഗോയാകാം, അഭിമാനമാകാം, പണമാകാം, മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം, സ്നേഹമാകാം, അങ്ങനെ എന്തുമാകാം. ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് ഇടം പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ചിലതിനെയൊക്കെ എടുത്തു മാറ്റി കഴിയുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ, അവിടമായിരിക്കും ഉണ്ണിക്ക് പിറക്കാൻ ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം. ഈ ക്രിസ്മസ് ദിനങ്ങൾ എല്ലാവർക്കും നല്ലതായി തീരട്ടെ. കരുണ നിറഞ്ഞൊരു ഹൃദയം എല്ലാ മക്കൾക്കും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.